നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തശ്ശൻ കൊല്ലപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ ഞായറാഴ്ച രാവിലെ കണ്ടത്. അയ്യപ്പന്റെ മകളുടെ മകൻ രാഹുലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മാനസിക രോഗിയാണെന്ന് പറയുന്നു. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, ഉന്നത വിഭാഗ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, വാർഡ് പ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. കൊലപാതകം കാലത്ത് ഒരു 6:30 ശേഷം ആണ് ഉണ്ടായിട്ടുള്ളത്. മരിച്ച അയ്യപ്പേട്ടൻ്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത്. അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്. കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസൊക്കെ എത്തിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെയും കാത്തിരിക്കുകയാണ്. അവർ കൂടി വന്നതിന് ശേഷം മേൽ നടപടി സ്വീകരിക്കാമെന്നാണ് പോലീസ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. പട്ടാമ്പി ചൂരക്കോട് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം റോഡിലേക്ക് തെറിച്ച് വീണ് അപകടം. റോഡിലേക്ക് വീണ യന്ത്രത്തിൽ ബൈക്ക് ഇടിച്ച് 2 പേർക്ക് പരിക്ക്. ഞായറാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി ചെർപ്പശ്ശേരി പാതയിലെ വല്ലപ്പുഴ ചൂരക്കോട് അപകടമുണ്ടായത്. വല്ലപ്പുഴ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് മിനി ലോറിയിൽ കയറ്റി വരികയായിരുന്ന മണ്ണുമാന്തി യന്ത്രമാണ് റോഡിലേക്ക് തെറിച്ച് വീണത്. ഈ സമയം എതിർദിശയിൽ പട്ടാമ്പിയിൽ നിന്നും വല്ലപ്പുഴയിലേക്ക് വരികയായിരുന്ന ബൈക്ക് റോഡിൽ വീണ മണ്ണുമാന്തി യന്ത്രത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ ഒരാൾക്ക് കാര്യമായ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇയാളെ പട്ടാമ്പി സേവനാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. ക്യാൻസർ, വൃക്ക, കരൾ, ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ ജനറിക് മരുന്നുകൾ മാത്രമാണ് നൽകുക. പൂർണ്ണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത്. സുമനസ്സുകളായ 5000 പേരിൽ നിന്ന് പ്രതിമാസം 100 രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുക. ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാകും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക. ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക്, 24 മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ്, ജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ സുഷമ, CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലിൽ, സുനിൽ, ഖാദർ, ഷാജഹാൻ എന്നിവരും ലോഗോ പ്രകാശനത്തിൽ സന്നിഹിതരായിരുന്നു. പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. CCTV ന്യൂസ് തൃത്താല. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കോടമുക്ക് സ്വദേശി 36 വയസ്സുള്ള ഫൈസലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞ് തകർത്തത്. യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സാംസ്കാരികോത്സവം നടത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. ബാലഗോകുലം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സാംസ്കാരികോത്സവം. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഹാളിലായിരുന്നു സാംസ്കാരികോത്സവം നടന്നത്. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അനകക്കിളി സാംസ്കാരികോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു.
അധ്യക്ഷനായിരുന്നു. MP രഞ്ജിത്ത്, സുദീപ്, AP കൃഷ്ണകുമാർ, ഗിരിജ, സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളും ഉണ്ടായി. ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ അവതാരമെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഥകൾ, ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള കഥകളൊക്കെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് നാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും 1975 പിറവിയെടുത്ത ബാലഗോകുലം ഇന്ന് അതിൻ്റെ 50ാം വർഷത്തിലേക്ക് അടുക്കുകയാണ്. അടുത്ത വർഷം ബാലഗോകുലത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുകയാണ്. കുട്ടികളിലെ ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിക്കൊപ്പത്ത് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CT അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കൊപ്പം നക്ഷത്ര റീജൻസിൽ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി CT അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർക്ക് പിരിവ് കാശ് പിരിച്ചു കൊടുക്കുന്ന, അതാണ് അവരുടെ സ്വാധീനം. ഇതിന്റെയൊക്കെ ബലത്തിൽ നമ്മുടെ സംഘടനയുടെ പല ആൾക്കാരും, നമ്മുടെ സംഘടനയിൽ ഉണ്ടായിരുന്നവരും ഇവരോട് അനുഭാവപൂർവ്വം പെരുമാറി. മറ്റൊരു സംഘടനയിൽ വന്നവരാണെന്നുള്ള ആണെങ്കിലും നമ്മൾ അവരെ സ്നേഹത്തോടെ നമ്മൾ കൂടെ നിർത്തി. നമ്മൾ അവർക്ക് അർഹമായ അംഗീകാരങ്ങളെല്ലാം കൊടുത്തു. ആ സമയത്താണ് അവർ BJP ബന്ധമുള്ള, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CITU എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവനും നമ്മുടെ ആ സംഘടനയിൽ അംഗമാകും. അവരുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഘടനയിൽ അംഗമാകാം. ജില്ലാ പ്രസിഡന്റ് CS രവി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AV സുരേഷ്, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി മേഖലാ സെക്രട്ടറി N കൃഷ്ണദാസ്, മുഹമ്മദ് ജഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ ഡേറ്റ് ഉൾപ്പെടെ ഏറ്റവും വലിയ പ്രശ്നം ഡേറ്റ് കിട്ടാത്തതാണ്. അതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പൊ മിനിഞ്ഞാന്ന് ഇറങ്ങിയ സർക്കുലർ, ഡ്രൈവിംഗ് സ്കൂളുകൾ വണ്ടിക്ക് മഞ്ഞ പെയിന്റ് അടിക്കണം. അപ്പോ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അതിക്രമിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ നമ്മളെ ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്തണം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.